ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കുറച്ച് ആളുകൾക്കൊക്കെ ഇന്റഗ്രേഷൻ എക്സാം കഴിഞ്ഞു, കുറച്ച് ആളുകൾ ഇതാ ഇപ്പോഴും എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ദിവസവും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലെ? എന്ത് ചിത്രമാണ് നിങ്ങൾ കാണുന്നത്? ഇവിടെ മിസ് കുറേ പക്ഷിക്കുട്ടികളെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പക്ഷികളെ ഇവിടെ കൊടുത്തിട്ടുള്ളത്? നിങ്ങളിതാ താറാവിന്റെ കുട്ടിയെ കാണുന്നുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട് അല്ലെ? ഇവരെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. വേറെ ആരൊക്കെയാ കാണുന്നത്? നിങ്ങൾ ഇതാ ഒരു കുട്ടി ഇരുന്നിട്ട് പാല് കുടിക്കുന്നുണ്ട്, വേറൊരാൾ ഇരുന്ന് ചിക്കൻ കഴിക്കുന്നുണ്ട്. ഇവിടെ എന്താ? പശുവിനെ കാണുന്നുണ്ട്, ആടിനെ കാണുന്നുണ്ട്, ഒരു പൂച്ചക്കുട്ടിയെ കാണുന്നുണ്ട് അല്ലെ? ഈ ചിത്രം നല്ല രസകരമായിട്ടുള്ള ഒരു ചിത്രമാണെന്നുള്ളതിൽ ഒരു സംശയവും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പൊ ഇതിന്റെ അടുത്തായിട്ടൊരു വീടും കാണുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താ ഇന്നത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീടുകളിൽ കുറെ മൃഗങ്ങളെ വളർത്താറുണ്ട് അല്ലെ? പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീടുകളിൽ മൃഗങ്ങളെ വളർത്തുന്നത്. എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ വീട്ടിൽ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വളർത്തുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ മൃഗങ്ങളെയും വളർത്തുന്നുണ്ട്, പക്ഷികളെയും വളർത്തുന്നുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വളർത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ കാണുന്ന ഒരാളെ നോക്കാം അല്ലെ? ഇവിടെ നമ്മൾ ആടിനെയും പശുവിനെയും ഒക്കെ കാണുന്നുണ്ട്. ഈ ആട് പശു ഒക്കെ എന്താ നമുക്ക് ഉപകാരമുള്ളത്? ആട് പശു എന്നിവരാണ് നമുക്ക് പാല് തരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം, ആട് പശു എന്നിവർ പാൽ നൽകുന്നു. ഈ ആടും പശുവൊക്കെ എന്താ നൽകുന്നത്? പാല് നൽകുന്നു. അപ്പൊ പാലിനകത്ത് നിന്ന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. നെയ്യ് ഉണ്ടാക്കാറുണ്ട്, മോരുണ്ടാക്കാറുണ്ട്, തൈര് ഉണ്ടാക്കാറുണ്ട് അല്ലെ? ഇതൊക്കെ പാൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. പനീർ ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന പലതരം സാധനങ്ങളാണ് അല്ലെ? അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പാല് വേണം. പാൽ എവിടെ നിന്നാണ് കിട്ടുന്നത്? പാല് പശുവിൽ നിന്നാണ് കിട്ടുന്നത്. അടുത്തത് നമുക്ക് നോക്കാം അല്ലെ? അടുത്തത് ആരാണ്? കോഴിയെ കാണുന്നുണ്ട് അല്ലെ? കോഴിയെയും താറാവിനെയും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഈ കോഴി, താറാവ്, അതേപോലെ തന്നെ കാട, ഇതൊക്കെ എന്താണ്? എന്നിവർ മുട്ട നൽകുന്നു അല്ലെ? മുട്ട നൽകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മുട്ട ഇഷ്ടമാണോ? നമ്മുടെ ആരോഗ്യത്തിന് നല്ലൊരു സാധനമാണ് അല്ലെ മുട്ട എന്ന് പറയുന്നത്. മാത്രമല്ല അല്ലെ, ഈ കോഴിയുടെയും താറാവിന്റെയും കാടയുടെയും ഒക്കെ ഇറച്ചിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇറച്ചിക്ക് വേണ്ടി പലതരം ജീവികളെ നമ്മൾ വളർത്താറുണ്ട്. ഇറച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരുപാട് ജീവികളെ വളർത്താറുണ്ട്. മീനുകളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇറച്ചിയുടെ ആവശ്യങ്ങൾക്കായിട്ട് വീടുകളിൽ വളർത്താറുണ്ട്. അതുപോലെ തന്നെ അല്ലെ, നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ജീവികളെ വളർത്താറുണ്ട്. ഇപ്പൊ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വിൽപ്പന എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് ഓപ്ഷനാണ്. അപ്പൊ ജീവികളെ വാങ്ങുക, വിൽക്കുക എന്നൊക്കെ ഉള്ളത് അല്ലെ എന്താണ്? ഒരു ജോലിയായിട്ട് കണക്കാക്കുന്ന ആളുകളും ഉണ്ട്. അത് അവരുടെ ജോലിയായിട്ട് അല്ലെ? അപ്പൊ പലതരം ജോലിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തില് മൃഗങ്ങളെ വളർത്താറുണ്ട്. പക്ഷി, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജോലി പോലെ വളർത്തുന്ന ആളുകളുണ്ട്. പിന്നെ അല്ലെ, അലങ്കാരത്തിന് വേണ്ടിയിട്ട്, വീട്ടിലൊരു അലങ്കാരത്തിന് എന്ത് ചെയ്യാറുണ്ട്? ജീവികളെ വളർത്താറുണ്ട് അല്ലെ? ഇതിൽ നിന്ന് പൈസയും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു സന്തോഷം, മാനസികമായിട്ടുള്ള ഒരു സന്തോഷം അല്ലെ? നിങ്ങളെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും വളർത്താറുണ്ടോ? അലങ്കാരത്തിന് ജീവികളെ വളർത്താറുണ്ട്. പിന്നെ വീടിന്റെ സുരക്ഷയ്ക്കായിട്ട് നമ്മൾ നായകളെ വളർത്താറുണ്ട് അല്ലെ? അപ്പൊ വീടിന്റെ സുരക്ഷയ്ക്കായി നമ്മൾ നായയെ വളർത്താറുണ്ട്. വീടിന്റെ സുരക്ഷയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ നായയെ വളർത്താറുണ്ട്. മനസ്സിലായോ എല്ലാവർക്കും? യെസ്. അപ്പൊ ഇതൊക്കെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. യെസ്. അപ്പൊ ചോദ്യങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.